Hello friends, welcome to Ishan N Spices. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ താറാവ് കറിയാണ്. താറാവ് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമുക്ക് വീഡിയോക്കുള്ളിലോട്ട് പോയാലോ? താറാവ് എങ്ങനെയാണ് എളുപ്പത്തിൽ വയ്ക്കുക എന്നുള്ളത് നമുക്കിന്ന് കാണാം. എപ്പോഴത്തെയും പോലെ ഇവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 3 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കുറച്ച് ഓണിയൻ ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണം. അപ്പോഴത്തേക്കും ഇതിൻ്റെ എസൻസ് ഒക്കെ ആ എണ്ണയിൽ വന്നിട്ട് നല്ലൊരു ഫ്ലേവർ തരും. ഇൻഗ്രീഡിയൻ്റ് ഒന്നും സെപ്പറേറ്റ് ആയിട്ട് പറയണില്ല. ഇത് റെസിപ്പി ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഇടയിലിടയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഈ ഓണിയൻ ഒന്ന് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരണം. നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ വെറുതെ ഒന്ന് ഓയിൽ ഒഴിച്ച് ചെയ്യണതിനേക്കാളും ഇങ്ങനെ ഓണിയൻ നന്നായിട്ട് അതിലൊന്ന് വറുത്ത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്ലേവർ നന്നായിരിക്കും. ഇപ്പോൾ ഇതിലോട്ട് അല്പം നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി വരുന്നതിന് ശേഷം കറിവേപ്പില ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പിടണം എന്നുള്ളതൊന്നുമില്ല. നമുക്ക് ഉപ്പ് വീണ്ടും നമ്മൾ ഓണിയൻ ചേർക്കും, ആവശ്യമുള്ള ഓണിയൻ ചേർക്കും. അപ്പോഴത്തേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ ഓണിയൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഓണിയൻ ഒന്ന് നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും അതിൽ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യണുണ്ട്. ഇതിലോട്ട് അല്പം പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർക്കണുണ്ട്. അത് നല്ലൊരു ഫ്ലേവർ തരും.
ഇത് നമ്മൾ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ള താറാവിൻ്റെ പീസസാണ്. ഇത് 1.5 കിലോ താറാവുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആദ്യമേ നമ്മൾ അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പച്ചമുളക് ഇത് ഇത്രയും ചേർത്ത് നന്നായിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ ആദ്യമായിട്ട് സോട്ട് ചെയ്യണില്ല താറാവിന്. ആദ്യം തന്നെ നമ്മൾ താറാവിൻ്റെ പീസസ് ഒന്ന് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വയ്ക്കുമ്പോഴത്തേക്കും അതിൻ്റെ കൂട്ടത്താണ് പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി വയ്ക്കുന്നത്. അപ്പോഴത്തേക്കും ഈ പച്ചമുളകിൻ്റെ ഫ്ലേവറെല്ലാം ഈ താറാവിൻ്റെ പീസസിലോട്ട് ഇറങ്ങി കിട്ടും. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മളിത് ചെയ്യുന്നതാണ്. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതിങ്ങനെ ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. ഇതിൽ തേങ്ങ ചേർത്തിട്ട് ചെയ്യും, തേങ്ങ വറുത്ത് ചേർത്തിട്ട് ചെയ്യും, അങ്ങനെ പല മെത്തേഡിൽ ചെയ്യും. പക്ഷേ ഇത് സിമ്പിൾ ആൻഡ് ഈസി മെത്തേഡാണ്. ഇനി ഇത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റോളം നന്നായിട്ട് ഒന്ന് വേവിക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ 20 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് നന്നായിട്ട് ഇതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് എണ്ണയും നെയ്യൊക്കെ ഒന്ന് പിരിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അല്പം വെള്ളമേ ഒഴിച്ചുള്ളൂ, പക്ഷെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ഇതിൽ. അവസാനം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ
ഇപ്പോൾ ഇതിൽ നമുക്ക് കുരുമുളക് ചേർക്കാം, അതുപോലെ തന്നെ മല്ലിയില, പുതിനയില, അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തിക്കായിട്ട് വേണമെന്നുള്ളവർ ഇനിയും നന്നായിട്ട് ഒന്ന് വെച്ച് കുറുക്കിയെടുത്താൽ മതിയാവും. അല്ല ഗ്രേവി ആയിട്ട് ഓക്കെ ആണെന്നുള്ളവർ ഈ സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പക്ഷെ നന്നായിട്ടൊന്ന് എണ്ണ ഇറങ്ങി കിട്ടണം. ഇപ്പോൾ നന്നായിട്ട് നെയ്യ് പിരിഞ്ഞ് വന്നിട്ടുണ്ട്. വീണ്ടും ഒരു 15 മിനിറ്റോളം ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടത് വെന്ത് കിട്ടിയപ്പോൾ ആ പീസസൊക്കെ ഇങ്ങനെ സെപ്പറേറ്റായി, എല്ലിൽ നിന്ന് തന്നെ ഇങ്ങനെ വിടർന്ന് സെപ്പറേറ്റായി പറഞ്ഞൊരു സ്റ്റേജായി. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കിയൊന്നും എടുക്കണില്ല. ഈ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ആയത് കാരണം വീണ്ടും അല്പം ഒന്ന് വറ്റി കിട്ടും. സോ നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു താറാവ് കറി ഇവിടെ റെഡിയായി. എല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് അയക്കുക. സ്റ്റേ ട്യൂൺഡ് ഓൺ ഇഷാൻ N സ്പൈസസ്.